ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. PSC അടുത്ത് നടത്താനിരിക്കുന്ന ഡിവിഷണൽ അക്കൌണ്ടന്റുമായി ബന്ധപ്പെട്ട് അക്കൌണ്ടൻസിയുടെ ചാപ്റ്റേഴ്സ് ഞാൻ നിങ്ങൾക്ക് പല മൊഡ്യൂളുകളായിട്ട് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു 4 വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായും നിങ്ങളത് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഏതൊക്കെ പോയിന്റുകൾ പരീക്ഷയ്ക്ക് ചോദിക്കുമോ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിത് ഈ വീഡിയോ ഇടുന്നതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ മുഖവരെയൊന്നുമില്ല, നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇപ്പം നമുക്ക് 7ാമത്തെ മൊഡ്യൂളിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, അത് കൂടാതെ തന്നെ ക്യാപിറ്റൽ റെസീറ്റ് എന്താണ്, റവന്യൂ റെസീറ്റ് എന്താണ്, അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൌണ്ട്, റസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൌണ്ട്, ഇതിനെക്കുറിച്ച് ശരിക്കും ഒരു ചാപ്റ്ററാണ് നമുക്ക് അവർ സിലബസിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഇത് പഠിക്കാൻ വളരെയേറെ സമയമൊന്നും വേണ്ട, വളരെ വേഗം തന്നെ നമുക്കിത് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ആ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ? ഇവിടെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ആദ്യത്തെ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ബിസിനസ്സിൽ വളരെയേറെ എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ബിസിനസ്സിനകത്ത് റവന്യൂ റെസീറ്റ് എന്ന് പറയുന്ന ഇൻകം റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന കോസ്റ്റിനെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഓഫ് ദ എക്സ്പെൻസ് ഈസ് കോൾഡ് ദാറ്റ് എക്സ്പെൻഡിച്ചർ. അങ്ങനെ മൊത്തമുള്ള എക്സ്പെൻസ് നമ്മൾ വിളിക്കുന്ന പേര് എക്സ്പെൻഡിച്ചർ എന്നാണ്. അങ്ങനെ ഈ ടോട്ടൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഈ എക്സ്പെൻഡിച്ചേഴ്സ് ആർ ടോട്ടലി ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻടു 3. മൊത്തമുള്ള എക്സ്പെൻഡിച്ചർ, ബിസിനസ്സിൽ ഇൻകർ ചെയ്തിരിക്കുന്ന മൊത്തമുള്ള എക്സ്പെൻഡിച്ചറിന് നമ്മൾ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ എക്സ്പെൻഡിച്ചേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3. ദേ ആർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അങ്ങനെ 3 എക്സ്പെൻഡിച്ചറാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു ബിസിനസ്സിൽ തീർച്ചയായും ഫിക്സഡ് അസറ്റ് ഉപയോഗിക്കും. ഈ ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പം നമുക്കറിയാം അതിന്റെ ബിഗിനിങ് ടു എൻഡ് ഉപയോഗിക്കുന്നതാണ് അസറ്റ് യൂസ്ഡ് ഫോർ എ ലോങ് പീരീഡ്. അത് ഞാൻ നേരത്തെ പഠിപ്പിച്ചു. അങ്ങനെ അസറ്റ് ഒരു ദീർഘകാലം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ഫിക്സഡ് അസറ്റ് എന്ന് വിളിക്കും. അങ്ങനെ ഒരു ഫിക്സഡ് അസറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ മോർ ദാൻ 1 ഇയർ. ഒരു വർഷത്തിൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ഏതെങ്കിലും അസറ്റുകളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ചെലവുകളെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ്. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞ, ഇവിടെ ഈ എക്സ്പെൻഡിച്ചർ കൊണ്ട് ഫിക്സഡ് അസറ്റുകൾ വാങ്ങുകയാണ്. ഈ ഫിക്സഡ് അസറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതലാണ് ഇത് ഉപയോഗിക്കുന്നത്. ലോങ് പീരീഡിലേക്കാണ്, ബിസിനസിന്റെ ബിഗിനിങ് ടു എൻഡ് ആണ്. പക്ഷെ ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യുന്നത് ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ആർ ദോസ് എക്സ്പെൻഡിച്ചേഴ്സ് വിച്ച് ആർ ഇൻകേർഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് ലൈക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സെട്ര. അപ്പൊ ഇങ്ങനെയുള്ള ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെലവാക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ്. ദ വെരി ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീൻസ് ദ ബെനിഫിറ്റ് ഡിറൈവ്ഡ് ഫ്രം ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഫോർ മോർ ദാൻ 1 ഇയർ. അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ്. അതാണ് 1ാമത്തെ കേസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതിന്റെ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സിനകത്ത് അസറ്റ് മാത്രം പോരാ, ബിസിനസ് നമുക്ക് നടത്തിക്കൊണ്ട് പോകണം. അങ്ങനെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിന് ഡേ ടു ഡേ റണ്ണിങ് എക്സ്പെൻസ് വേണം. അപ്പോൾ ഒരു ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് കുറെ എക്സ്പെൻസുകൾ ആവശ്യമുണ്ട്. സോ ദ എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് ഫോർ ദ ഡേ ടു ഡേ റണ്ണിങ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് ചെലവാകുന്ന എക്സ്പെൻസുകളെ വിളിക്കുന്ന പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. The expenditure which are incurred for the day-to-day running of the business. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഒരു വർഷത്തേക്ക് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അതിന്റെ ഡ്യൂറേഷൻ 1 വർഷമാണ്. അങ്ങനെ 1 വർഷത്തേക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഏതെങ്കിലും ഒരു എക്സ്പെൻസ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാ? പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്, പേയ്മെന്റ് ഓഫ് വേജസ്, സാലറി, കമ്മീഷൻ എക്സെട്ര. അപ്പൊ ഇങ്ങനെയുള്ള പേയ്മെന്റുകൾ നടത്തുന്ന അല്ലെങ്കിൽ 1 വർഷത്തേക്കുള്ള ഡേ ടു ഡേ റണ്ണിങ്ങിന് വേണ്ടി, ബിസിനസിന്റെ ഓപ്പറേഷന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ നടത്തിയാൽ അതിനെ വിളിക്കുന്ന പേര് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. അതിന്റെ എക്സാമ്പിളും ഞാൻ പറഞ്ഞു. അപ്പൊ 2 എക്സ്പെൻഡിച്ചറായി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായി, റവന്യൂ എക്സ്പെൻഡിച്ചറുമായി. ഇനി 3ാമത്തെ ഒരു എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താ പ്രത്യേകത?
ദീസ് ആർ ദ എക്സ്പെൻഡിച്ചർ വിച്ച് ആർ നൈദർ ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോർ ദ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇത് ക്യാപിറ്റൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, റവന്യൂ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ രണ്ടിന്റെയും സ്വഭാവം കാണിക്കുന്ന എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന പേര് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. രണ്ടിന്റെയും സ്വഭാവം കാണിക്കുന്ന എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന പേര് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. അപ്പൊ എന്താണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ? നമ്മൾ ഈ വർഷമാണ് എക്സ്പെൻഡിച്ചർ നടത്തുന്നത്, പക്ഷേ ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്ന ഈ വർഷം മാത്രമല്ല. ഇതിന്റെ ബെനിഫിറ്റിന്റെ എഫക്ട് എന്ന് പറയുന്നത് വരും വർഷങ്ങളിലൂടെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. നമ്മളൊരു ബിസിനസ് ഫോം ചെയ്തു. ആ ബിസിനസ് ഫോം ചെയ്തപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ആ ബിസിനസ് സെറ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി എനിക്ക് 5 ലക്ഷം രൂപ ചെലവായി എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഈ 5 ലക്ഷം രൂപ ചെലവാകുന്നു കട തുടങ്ങുന്നതിന് മുമ്പാണ്, ഷോപ്പ് തുടങ്ങുന്നതിന് മുമ്പാണ് എനിക്ക് ചെലവായത്. പക്ഷേ ഇത് വേസ്റ്റ് ആണ്. ഇതുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല. കട മോടി പിടിപ്പിച്ചു അല്ലെങ്കിൽ കട സെറ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ചെലവാക്കി 5 ലക്ഷം രൂപ എനിക്ക് ഒരു റിട്ടേൺസും ഇല്ലാത്തതാണ്. പക്ഷേ ഇതില്ല എങ്കിൽ എനിക്ക് ആ കട ബിൽഡപ്പ് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ ഞാൻ ചെലവാക്കി 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സ്പെൻസാണ്. ആദ്യമായിട്ട് ചെലവാക്കിക്കൊണ്ട് അതിനെ വിളിക്കുന്ന പേര് പ്രിലിമിനറി എക്സ്പെൻസ് എന്നാണ്. പക്ഷേ ഈ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്ന കട തുടങ്ങാൻ വേണ്ടി ഞാൻ മുടക്കിയെങ്കിലും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന ആ വർഷമല്ല. ഈ കട എന്ന് വരെ നിലനിൽക്കുമോ അന്ന് വരെ എന്ത് ചെയ്യും? ഇതിന്റെ ബെനിഫിറ്റ് എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ കടയുള്ളത് കൊണ്ടാണല്ലോ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയത്. അതിന് പ്രിലിമിനറി എക്സ്പെൻസ് ഉള്ളതുകൊണ്ടാണല്ലോ ഈ കട ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റിയത്. അപ്പൊ അത് ചെലവാക്കിയത് ഈ വർഷമാണെങ്കിലും അതിന്റെ ബെനിഫിറ്റ് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇതിന്റെ ഇൻകം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. അതാണ് ഒരു കേസ്. 2, ഞാൻ പരസ്യം ചെയ്തു. എന്റെ ബിസിനസിന് വേണ്ടി സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ പരസ്യം ചെയ്തു. വിവിധ മാർഗ്ഗങ്ങളിലൂടെ ഞാൻ പരസ്യം ചെയ്തു. അങ്ങനെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഞാൻ 5 ലക്ഷം രൂപ ചെലവാക്കി. ഹ്യൂജ് എമൗണ്ട് ആണ് അഡ്വർടൈസ്മെന്റിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്നത്. അങ്ങനെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഞാൻ ഹ്യൂജ് എമൗണ്ട് ചെലവാക്കിയപ്പം ഈ എമൗണ്ട് ചെലവാക്കിയത് ഈ വർഷത്തെ പരസ്യത്തിനാണെങ്കിലും പക്ഷേ ഇതിന്റെ പരസ്യത്തിന്റെ എഫക്ട് വരും വർഷങ്ങളിലും നിലനിൽക്കും. അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന പരസ്യത്തിന്റെ എഫക്ട് മറ്റു വർഷങ്ങളിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം? സ്പ്രെഡ് ഓവർ ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. അപ്പൊ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണങ്ങളാണ് പ്രിലിമിനറി എക്സ്പെൻസും ഹ്യൂജ് എമൗണ്ട് ഓഫ് അഡ്വർടൈസ്മെന്റും. ഇതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു മാർക്കും ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി ചെലവാക്കിയാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഒരു ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടി ചെലവാക്കിയാൽ അതിന് റവന്യൂ എക്സ്പെൻഡിച്ചർ, അല്ലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും അല്ലാത്ത രണ്ടിന്റെയും സ്വഭാവം കാണിക്കുന്ന ആ എക്സ്പെൻഡിച്ചറിനെ വിളിക്കുന്ന പേര് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഉദാഹരണം പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ഉദാഹരണം എന്ന് പറയുന്ന പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, പേയ്മെന്റ് ഓഫ് വേജസ്, സാലറി, കമ്മീഷൻ എക്സെട്ര. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ എക്സാമ്പിൾ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിലിമിനറി എക്സ്പെൻസും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹ്യൂജ് എമൗണ്ട് ഓഫ് അഡ്വർടൈസ്മെന്റ് എന്നാണ്. അവർ ചിലപ്പോൾ ചോദിക്കും പ്രിലിമിനറി എക്സ്പെൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് എക്സ്പെൻഡിച്ചർ എന്ന് ചോദിക്കാം. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് അതിന്റെ കേസ്. ഇനി എന്താണ് ഇവിടെ ക്യാപിറ്റൽ റെസീറ്റ് ആൻഡ് റവന്യൂ റെസീറ്റ്? നമ്മുടെ സിലബസിൽ വന്നിരിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് അതാ. ക്യാപിറ്റൽ റെസീറ്റ് എന്താണ്, റവന്യൂ റെസീറ്റ് എന്താണ്? നമ്മൾ നേരത്തെ അത് പറഞ്ഞതേ ഉള്ളൂ. ഡിപ്രീസിയേഷൻ പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ക്യാപിറ്റൽ റെസീറ്റ് എന്താ പറഞ്ഞിരിക്കുന്ന? ട്രേഡിംഗ് അല്ലാതെ, ട്രേഡിംഗിൽ നിന്നുള്ള പിന്നെ ബെനിഫിറ്റ് അല്ലാതെ, റെസീറ്റ് അല്ലാതെ മറ്റേതെങ്കിലും മാർഗത്തിൽ നമുക്ക് കിട്ടുന്ന റെസീറ്റിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ റെസീറ്റ് എന്നാണ്. അതേതാ? മറ്റേ നമ്മൾ അസറ്റ്, ഫിക്സഡ് അസറ്റുകൾ വിറ്റ് കിട്ടുന്ന എമൗണ്ട്, ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിൽ നമ്മൾ ഇഷ്യൂ ചെയ്ത് കിട്ടുന്നത്, അതുപോലെ തന്നെ അസറ്റിന്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന ഇൻക്രീസ്, അതുപോലെ പെർഫീറ്റ് ചെയ്ത ഷെയറുകൾ നമ്മൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, അങ്ങനെ ട്രേഡിംഗ് ആക്ടിവിറ്റി അല്ലാതെ കിട്ടുന്ന റെസീറ്റുകളെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ റെസീറ്റ് എന്നും. എന്നാൽ ട്രേഡിംഗ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റവന്യൂ റെസീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ റെസീറ്റും റവന്യൂ റെസീറ്റും അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന. ഫിക്സഡ് അസറ്റ് എക്സ്ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യുകയോ ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്, അല്ലെങ്കിൽ ട്രേഡിംഗ് ആക്ടിവിറ്റി അല്ലാതെ മറ്റേതെങ്കിലും മാർഗം ചെയ്ത് കിട്ടുന്ന ബെനിഫിറ്റിനെ ക്യാപിറ്റൽ റെസീറ്റ് എന്നും, എന്നാൽ ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെ അല്ലെങ്കിൽ റെസീറ്റിനെ വിളിക്കുന്ന പേര് റവന്യൂ റെസീറ്റ് എന്നുമാണ്. അപ്പൊ ഇതാണ് 2 ടേമുകൾ നമുക്ക് അത്യാവശ്യമായിട്ടും അറിയേണ്ടത്. ഇനി അതേ സിലബസിൽ തന്നെ അതേ ചാപ്റ്ററിൽ തന്നെ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും. അപ്പൊ എന്താണ് ഈ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് നമ്മൾ പറയും. ഇവിടെ നോക്കൂ, നിങ്ങൾ സാധാരണ കേസിൽ ഞാൻ നിങ്ങളെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പഠിപ്പിച്ചു. എന്താണ് ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്? ഒരു ബിസിനസിന്റെ ട്രേഡിംഗ് കൺസേണിൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റമാണ്. അപ്പൊ ട്രേഡിംഗ് കൺസേണിൽ നമുക്ക് ലാഭമോ നഷ്ടമോ എന്നറിയാനും ആ ട്രേഡിംഗ് കൺസേണിന്റെ ബിസിനസിന്റെ സ്റ്റെബിലിറ്റി കണ്ടെത്താനും വേണ്ടിയാണ് നമ്മൾ അവിടെ ഫൈനൽ അക്കൗണ്ടായ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്.
അത് ട്രേഡിംഗ് കൺസേണിലാണ്. ട്രേഡിംഗിന്റെ പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കാൻ ട്രേഡിംഗ് അക്കൗണ്ടും അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി സ്റ്റെബിലിറ്റി അഥവാ ലോങ്ജിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് ബാലൻസ് ഷീറ്റുമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അത് ട്രേഡിംഗ് കൺസേണിലാണ്. എന്നാൽ ചില ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ട്രേഡിംഗ് കൺസേൺ അല്ല, നോൺ ട്രേഡിംഗ് കൺസേൺ ആണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അഥവാ നോൺ ട്രേഡിംഗ് കൺസേൺ ആണ്. എന്താണ് ഈ നോൺ ട്രേഡിംഗ് കൺസേൺ? ചില ബിസിനസ് ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, പകരം എന്ത് ചെയ്യുന്നു, സേവനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയാണ്. സൊസൈറ്റിക്ക് അല്ലെങ്കിൽ പബ്ലിക്കിന് എന്തെങ്കിലും സേവനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയാണെങ്കിൽ, സർവീസ് റെൻഡറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാണ്. ഉദാഹരണം നമുക്കറിയാം, സ്കൂൾസ്, കോളേജസ്, ഹോസ്പിറ്റൽസ്, ട്രേഡ് അസോസിയേഷൻസ്, ചേംബർ ഓഫ് കൊമേഴ്സ്, അതുപോലെ ക്ലബ്ബുകൾ, അപ്പൊ ഇങ്ങനെയുള്ള സാംസ്കാരിക നിലയങ്ങൾ, അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെയൊക്കെ എയിം എന്ന് പറയുന്നത് നോട്ട് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ് ബട്ട് റെൻഡറിംഗ് സർവീസസ് ടു ദി സൊസൈറ്റി. ജനറൽ പബ്ലിക്കിന്, സൊസൈറ്റിക്ക് എന്തെങ്കിലും സേവനങ്ങൾ കാഴ്ചവെക്കുന്നു, അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കുകയല്ല അവിടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ വിളിക്കുന്ന പേര് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അഥവാ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്നാണ്. But there are certain organizations which are formed not for making profit but rendering services to the society is called non-trading concerns or non-profit organizations. ഇതാണ് നമ്മൾ അതിന്റെ പ്രത്യേകത. പക്ഷേ ഇങ്ങനെയുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക അല്ല എന്നുള്ളത് കൊണ്ട്, അതിന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് അതിനുള്ള ട്രേഡിംഗ് അക്കൗണ്ടോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വേണ്ട. പിന്നെ അവിടെ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്? ലാഭമല്ലല്ലോ അവിടെ ലക്ഷ്യം, സർവീസ് അല്ലേ. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഒരു ബാലൻസ് ഷീറ്റ്. ഇതാണ് അവിടുത്തെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ. ഒരു ട്രേഡിംഗ് കൺസേണിൽ ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പിന്നെ ബാലൻസ് ഷീറ്റുമാണ്. എന്നാൽ ലാഭമുണ്ടാക്കുന്ന ബിസിനസ് അല്ലാതെ സർവീസ് റെൻഡറിംഗ് ഓർഗനൈസേഷൻസ് ആണെങ്കിൽ, അത് സ്കൂൾസോ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന കോളേജസ് ഒക്കെയാണ്, ട്രേഡ് അസോസിയേഷൻ ഒക്കെ ആണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് എന്ന് പറയുന്ന ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റാണ്. ഇതാണ് നമുക്കറിയേണ്ടത്. അപ്പൊ അതാണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നവർ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്? ഈ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഈസ് ജസ്റ്റ് ലൈക്ക് എ ക്യാഷ് ബുക്ക്. ഒരു റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ട്രേഡിംഗ് കൺസേണിന്റെ ക്യാഷ് ബുക്ക് ആണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത് ഒരു റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. ഒരു ട്രേഡിംഗ് കൺസേണിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉപയോഗിക്കുന്ന ക്യാഷ് ബുക്കിന് പകരം ഒരു നോൺ ട്രേഡിംഗ് കൺസേൺ ഉപയോഗിക്കുന്ന ക്യാഷ് ബുക്ക് ആണ് എന്ന് പറയുന്ന റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഈസ് ജസ്റ്റ് ലൈക്ക് എ ക്യാഷ് ബുക്ക് ഓഫ് എ ട്രേഡിംഗ് കൺസേൺ. അപ്പൊ ഇത് ഒരു ക്യാഷ് ബുക്ക് പോലെയാണല്ലോ നമുക്കറിയാം. അപ്പൊ ഇതിന് രണ്ട് സൈഡുകളുണ്ട്. എന്തൊക്കെയുണ്ട്? റെസീറ്റ് സൈഡും ഉണ്ട്, പേയ്മെന്റ് സൈഡും ഉണ്ട്. ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓർ ദ ഡെബിറ്റ് സൈഡ് ഈസ് കാൾഡ് എ റെസീറ്റ് സൈഡ് ആൻഡ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓർ ദ ക്രെഡിറ്റ് സൈഡ് ഈസ് കാൾഡ് എ പേയ്മെന്റ് സൈഡ്. അപ്പൊ ഈ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും ഓപ്പണിംഗ് ക്യാഷ് ബാലൻസിലാണ്. തീർച്ചയായും അതിനൊരു ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് കാണും. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസിലാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റെസീറ്റ്സുകളുണ്ടോ അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് അതിന്റെ റെസീറ്റ് സൈഡിലാണ്, ഡെബിറ്റ് സൈഡിലാണ്. ഓൾ റെസീറ്റ്സ് ആർ എൻറ്റേർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓർ റെസീറ്റ് സൈഡ് ആൻഡ് ഓൾ പേയ്മെന്റ്സ് ആർ എൻറ്റേർഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. എല്ലാ റെസീറ്റുകളും ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും, എല്ലാ പേയ്മെന്റ്സുകളും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ആണ്. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സിന് അക്കൗണ്ടിന്റെ ആ ഡിഫറൻസ് നമ്മൾ വിളിക്കുന്ന പേര് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് എന്നാണ്. ഒരു ക്യാഷ് ബുക്കിൽ കിട്ടുന്ന ബാലൻസ് പോലെ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ കിട്ടുന്ന ബാലൻസിനെ വിളിക്കുന്ന പേര് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് എന്നാണ്. The difference between the receipts and payments account, the both side of the receipts and payments account is called cash balance or the closing cash balance. അതാണ് receipts and payments account എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കാം. ഇവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വൽ ക്യാഷ് നമുക്ക് എന്ത് കിട്ടി, ആക്ച്വൽ ക്യാഷ് എങ്ങോട്ട് പോയി എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ക്യാപിറ്റൽ ഐറ്റമോ റവന്യൂ ഐറ്റമോ എന്ന് പറയുന്ന ഒരു വേർതിരിവില്ലാതെയാണ് അവിടെ എഴുതുന്നത്. ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തിയാൽ തീർച്ചയായും റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എഴുതും. അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയാണ് നമ്മൾ ചിലവാക്കിയാൽ തീർച്ചയായും നമ്മൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എഴുതും. ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ് ആർ ടേക്കൺ ഇൻ ദ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. തീർച്ചയായും അവിടെ നമ്മൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ ഐറ്റവും എടുക്കും, റവന്യൂ ഐറ്റവും എടുക്കും.
അതേസമയം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അങ്ങനെയുള്ള ഐറ്റം എടുക്കത്തില്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ റവന്യൂ ഐറ്റം മാത്രമേ എടുക്കത്തുള്ളൂ. ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല. ഇവിടെ ക്യാപിറ്റൽ ഐറ്റവും അതുപോലെ തന്നെ റവന്യൂ ഐറ്റവും എവിടെ എടുക്കും, റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എടുക്കും. അസറ്റ് വാങ്ങിച്ചാൽ എടുക്കും, അതോടൊപ്പം തന്നെ അസറ്റ് വിറ്റാൽ കിട്ടുന്ന എമൗണ്ട് എടുക്കും. അതുപോലെ തന്നെ റവന്യൂ ഐറ്റം ആണെങ്കിലും എടുക്കും, ക്യാപിറ്റൽ ഐറ്റം ആണെങ്കിലും എടുക്കും. ഇതാണ് ഒരു റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതൊരു ട്രേഡിംഗ് കൺസേണിന്റെ ക്യാഷ് ബുക്കിന് തുല്യമാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും ഓപ്പണിംഗ് ക്യാഷ് ബാലൻസിലാണ്, അതേസമയം ഇത് എൻഡ് ചെയ്യുന്ന ക്ലോസിംഗ് ക്യാഷ് ബാലൻസിലാണ്. ഇതൊരു റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് നമ്മൾ പറയും. അതാണ് ഒരു കേസ്. എന്നാൽ എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്? വടിവിന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാ. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞല്ലോ ലാഭമുണ്ടാക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ലാഭമുണ്ടാക്കാൻ വേണ്ടി അല്ലാത്തത് കൊണ്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരിക്കലും ഒരു ട്രേഡിംഗ് അക്കൗണ്ടോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ പ്രിപ്പയർ ചെയ്യത്തില്ല. ഇൻസ്റ്റഡ് ദേ പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അവർ പ്രിപ്പയർ ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. അപ്പൊ എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. It is not called as a profit and loss account because the main aim of this organization is not for making profit but rendering services. ഇതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് വിളിക്കാത്തതിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ എയിം എന്ന് പറയുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ്. ഇറ്റ് നെവർ സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. ഇത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസിലല്ല ഇതെന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ എന്താണ് എഴുതുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻകവും എക്സ്പെൻസുമാണ്. ഒരു ക്ലബിന്റെയോ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഇൻകവും എക്സ്പെൻസും റെക്കോർഡ് ചെയ്യുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറും റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത് ഏതൊക്കെ സൈഡിൽ എഴുതും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നാ പറയുന്ന, പക്ഷെ എഴുതുമ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എക്സ്പെൻഡിച്ചർ എന്നാണ് എഴുതുമ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം എന്നാണ് എഴുതുന്നത്. അപ്പം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചറും റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻകമാണ്. So there are two sides. The debit side is called expenditure and the credit side is called income. അപ്പോൾ expenditure income എന്ന് പറയുന്ന രണ്ട് സൈഡുകളുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്ന? all the expenditures are entered on the debit side and all payments, all incomes are credited in this account. എല്ലാ എക്സ്പെൻഡിച്ചറുകളും ഡെബിറ്റ് സൈഡ് എഴുതും, എല്ലാ ഇൻകവും ക്രെഡിറ്റ് സൈഡ് എഴുതും അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് എന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇതിനകത്ത് വരുന്ന ബാലൻസ്, ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ ഐറ്റം എടുക്കത്തില്ല, ക്യാപിറ്റൽ റെസീറ്റോ ക്യാപിറ്റൽ ഐറ്റമോ ഇവിടെ എഴുതില്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറോ ക്യാപിറ്റൽ റെസീറ്റോ എടുക്കില്ല. റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രമേ എടുക്കൂ, റവന്യൂ ഇൻകം മാത്രമേ നമ്മൾ എടുക്കൂ, റവന്യൂ റെസീറ്റോ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പൊ റവന്യൂ റെസീറ്റും അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറും മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുകയുള്ളൂ, ക്യാപിറ്റൽ ഐറ്റംസ് എടുക്കത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എല്ലാ എക്സ്പെൻഡിച്ചറുകളും ഡെബിറ്റ് സൈഡ് എഴുതി, എല്ലാ ഇൻകവും നമ്മൾ ക്രെഡിറ്റ് സൈഡ് എഴുതി. ഇതിന്റെ ഡിഫറൻസിനെ വിളിക്കുന്ന പേര് ഒന്നുകിൽ സർപ്ലസ് എന്ന് വിളിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കും. So the difference in two sides is either surplus or deficit. It is not called as profit or loss. ഇതിനെ പ്രോഫിറ്റ് ഓർ ലോസ് ഒന്നും വിളിക്കത്തില്ല. പകരം ഇതിനെ വിളിക്കുന്നത് ഒന്നുകിൽ സർപ്ലസ് എന്ന് വിളിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കും. ഇവിടെ ഇൻകം കൂടുതലാണ്, എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ അതിനെ സർപ്ലസ് എന്നും, അതുപോലെ എക്സ്പെൻഡിച്ചർ കൂടുതലാണ്, ഇൻകം കുറവാണെങ്കിൽ അതിനെ ഡെഫിസിറ്റ് എന്ന് വിളിക്കും. അപ്പൊ സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് എന്ന് വിളിക്കും. ഇവിടെ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്ന പ്രത്യേക ഐറ്റംസ് ആണ്. കാരണം ഇവിടെ പ്രൊഡക്ഷനുമായി ബന്ധമില്ല, ഇവിടെ സെയിൽസുമായിട്ട് ബന്ധമില്ല. അപ്പൊ ഇവിടെ വരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ചുള്ള ഐറ്റംസ് ആണ്. ഒരു ക്ലബോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ വരുമാനത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് എൻട്രൻസ് ഫീ ആണ്. അഡ്മിഷൻ ഫീ അല്ലെങ്കിൽ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഇൻകമാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഡൊണേഷൻസ് ആണ്, സംഭാവനകളാണ്. മൂന്നാമത്തെ കേസ് ലീഗസി എന്ന് പറയുന്നതായിട്ടാണ്. എന്താ ലീഗസി എന്ന് പറയുന്നത്? ആരെങ്കിലും വിൽപ്പത്രത്തിലൂടെ നമുക്ക് എന്തെങ്കിലും അല്ലെ ക്ലബിനോ അസോസിയേഷനോ കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേര് ലീഗസി എന്നാണ്. അപ്പൊ ലീഗസി ഉണ്ടെങ്കിൽ അതവിടെ എടുക്കും. അത് കൂടാതെ തന്നെ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻസ്. എന്താ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? മാസവരി അല്ലെങ്കിൽ വാർഷിക വരി എന്ന് പറയും. നമ്മൾ ക്ലബിലൊക്കെ ആണെങ്കിലോ നമ്മൾ മാസത്തിൽ ഒരു എമൗണ്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നതിന് മെമ്പർഷിപ്പ് പുതുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കത്തില്ല, അതിനെ കൊടുക്കുന്ന പേരാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സബ്സ്ക്രിപ്ഷൻസ്, അപ്പൊ അഡ്മിഷൻ ഫീ അല്ലെങ്കിൽ എൻട്രൻസ് ഫീ, അതല്ലെങ്കിൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ലീഗസി, ഡൊണേഷൻസ്, അതുപോലെ തന്നെ പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻസ് അല്ലെ. അത് കൂടാതെ തന്നെ പിന്നെയും നമുക്ക് ഒരുപാട് ഐറ്റം ഉണ്ട്. ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ന്യൂസ് പേപ്പർ വിറ്റ് കിട്ടുന്ന പൈസ, ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ വിറ്റ് കിട്ടുന്ന പൈസ, അങ്ങനെ കുറേ വരുമാനങ്ങൾ ഒരു ക്ലബിനോ അസോസിയേഷനോ ഒക്കെ ഉണ്ട്. അതിന്റെ വരുമാനങ്ങളും അതിന്റെ ചെലവുകളും വേറെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള
പ്രത്യേക തരത്തിലുള്ള അസറ്റുകളും അല്ലെങ്കിൽ എക്സ്പെൻസുകളും ഇൻകവും നമ്മൾ എഴുതിയിട്ട് അതുകൊണ്ട് റെക്കോർഡ് ചെയ്തെടുക്കുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ട് സാധാരണ ഉപയോഗിക്കുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് നമുക്ക് പരീക്ഷയ്ക്ക് വേണം. ഏതൊക്കെ തങ്ങളുടെ ഡിഫറൻസ് ആണ്? റെസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും തങ്ങളുടെ വ്യത്യാസം എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റെസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ക്യാഷ് ബുക്ക് പോലെയാണ്. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ്. ഒരു റെസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസിലാണ്. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നെവർ സ്റ്റാർട്ട് വിത്ത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. ഒരു റെസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്ന റെസീവ് സൈഡാണ്, റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്ന പേയ്മെന്റ് സൈഡാണ്. എന്നാൽ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്ന ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചറും ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻകവുമാണ്. ഇവിടെ റെസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ ഐറ്റവും റവന്യൂ ഐറ്റവും നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റം മാത്രമേ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റെസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആയിരിക്കും. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡിഫറൻസ് ഒന്നുകിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ഒരിക്കലും ഇതിനെ പ്രോഫിറ്റോ ലോസ് എന്ന് വിളിക്കത്തില്ല. കാരണം ഇതൊരു ട്രേഡിംഗ് കൺസേണയല്ല. അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അതിനെ നമുക്ക് പ്രോഫിറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ആ 7ാമത്തെ മൊഡ്യൂളിൽ തന്നിരിക്കുന്ന ചെറിയ ഒരു ചാപ്റ്റർ.